പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന് നാളെ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണും. നീതിയും അർഹമായ നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടും. രാഹുൽ KV വിവരങ്ങളുമായി. രാഹുൽ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദമായ സംഭവങ്ങളിലൊന്നാണ് ഹർഷിനയുടെ ഈ പരാതി. നിരവധി തവണ ഹർഷിനെ നേരിട്ട് സർക്കാരിനെ സമീപിക്കുമൊക്കെ ചെയ്തിട്ട് ഒരു പരിഹാരം ഉണ്ടായില്ല. ആ നീണ്ട സമരം നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഹർഷിനയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എന്താണ് ഹർഷിന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ശ്രീജ, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഹർഷിനയ്ക്ക് എല്ലാവിധത്തിലുള്ള നീതിയും വേഗത്തിൽ ഉറപ്പാക്കും, അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ തന്നെ നേരിട്ട് ഉറപ്പ് നൽകിയിരുന്നതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ശ്രദ്ധയിൽ പലതവണ ഈ വിഷയം കൊണ്ടുവന്നപ്പോഴും അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് ഹർഷിന ആരോപിച്ചിരുന്നത്. LDF സർക്കാർ 2 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ഹർഷിനയ്ക്ക് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അത് സ്വീകരിക്കാൻ പോലും ഹർഷിനയും സമരസമിതിയും തയ്യാറാവുകയും ചെയ്തിരുന്നില്ല എന്നതാണ്. 5 വർഷക്കാലമാണ് ഹർഷിന വയറ്റിൽ കത്രികയുമായി ദുരിതം പേറി ജീവിച്ചിരുന്നത്. പിന്നീട് അത് നീക്കം ചെയ്തതിന് ശേഷവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയാണ് ഹർഷിനയെ. 3 മക്കളുടെ അമ്മയാണ്. പല രീതിയിലുള്ള സമരങ്ങൾ ഹർഷിന നടത്തിയിരുന്നു. കുഞ്ഞിന് ജന്മം നൽകിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ 104 ദിവസം നീണ്ടുനിന്ന സമരം, സെക്രട്ടേറിയറ്റിന് മുൻപിൽ പല തവണകളിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഹർഷിന നടത്തിയതാണ്. ആ സമയത്ത് ആരോഗ്യമന്ത്രി നേരിട്ട് ഹർഷിനയെ കണ്ട് എല്ലാവിധ നീതി ഉറപ്പാക്കുമെന്ന് വീണ ജോർജ് പറഞ്ഞിരുന്നതാണ്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വാക്കുകൾക്കപ്പുറം യാതൊരുവിധ പിന്തുണയും ലഭിച്ചില്ല എന്നാണ് ഹർഷിന പറയുന്നത്. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഹർഷിനയുടെ പ്രസവ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രതി ചേർത്ത് കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നതാണ്. പക്ഷെ ഡോക്ടർമാർ ഹൈക്കോടതിയെ സമീപിച്ച് അതിൽ സ്റ്റേ നേടിയെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നിയമപരമായ കാര്യങ്ങളിലും നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന കാര്യത്തിലും സർക്കാരിന്റെ യാതൊരു പിന്തുണയും ലഭിച്ചില്ല എന്നാണ് ഹർഷിനയും സമരസമിതിയും നേരത്തെ തന്നെ ആരോപിച്ചിരുന്നത്. സമയത്താണ് UDF അധികാരത്തിൽ വന്ന എല്ലാ പിന്തുണയും നൽകുമെന്ന പ്രഖ്യാപന വാഗ്ദാനം VD സതീശൻ അടക്കം UDFന്റെ മുതിർന്ന നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. നേരത്തെ K മുരളീധരൻ തന്നെ ഹർഷിനയുടെ സമരപന്തലിൽ നേരിട്ടെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. K മുരളീധരൻ ഇപ്പോൾ ആരോഗ്യമന്ത്രിയാണ് താനും. അപ്പോൾ നാളെ മന്ത്രിസഭാ യോഗ ശേഷമാണ് ഹർഷിനെയും സമരസമിതി നേതാക്കളും എത്തി മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണാൻ തീരുമാനിച്ചിട്ടുള്ളത്. നീതിയും നഷ്ടപരിഹാരവും വേഗത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവരെ സംബന്ധിച്ച് ഉള്ളത്. ശരി.